രണ്ടാഴ്ചയായി വീടുകളിൽ നിന്ന് കളമശ്ശേരി നഗരസഭ ജൈവമാലിന്യം ശേഖരിക്കുന്നില്ല. കരാറുകാരനും നഗരസഭയും തമ്മിലുള്ള തർക്കമാണ് നിലവിലെ പ്രതിസന്ധി രൂക്ഷമാക്കിയത്. മാലിന്യത്തിന്റെ മറവിൽ അഴിമതിയേറുമ്പോഴും സുരക്ഷാ സാമഗ്രികൾ ചോദിച്ചതിന്റെ പേരിൽ ശുചീകരണ തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ് കളമശ്ശേരി നഗരസഭയിൽ. ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ് കളമശ്ശേരിയിലെ ജൈവമാലിന്യം. കരാറുകാരനെയാണ് നഗരസഭ പഴിചാരുന്നത്. കരാറുകാരനാകട്ടെ നഗരസഭയെ തിരിച്ചും പഴിചാരുന്നു. ആരോട് പരാതി പറയുമെന്നറിയാത്ത അന്താളിപ്പിലാണ് കളമശ്ശേരിയിലെ ജനം. കളമശ്ശേരി നഗരസഭയിലെ ജൈവമാലിന്യം കൊണ്ടുപോകാനാളില്ലാതെ വീടുകളിലും തെരുവുകളിലും കെട്ടിക്കിടക്കുകയാണ്. കളമശ്ശേരിയിലെ ജൈവമാലിന്യം നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കരാറുകാരും നഗരസഭയും തമ്മിലുള്ള തർക്കങ്ങൾ തുടങ്ങിയിട്ട് കുറച്ചായി. ഇതേ തുടർന്നാണ് പഴയ കരാറുകാരനെ ഒഴിവാക്കി പുതിയ കരാറുകാരന് വേണ്ടി താൽപ്പര്യപത്രം ക്ഷണിച്ചത്. എന്നാൽ കുറഞ്ഞ തുകയ്ക്ക് പഴയ കരാറുകാരൻ തന്നെ മാലിന്യം നീക്കാൻ വീണ്ടും ടെൻഡർ പിടിച്ചു. ഭരണപക്ഷം എന്നോ പ്രതിപക്ഷമെന്നോ ഭേദമില്ലാതെ മാലിന്യത്തിന്റെ പേരിൽ നടത്തുന്ന അഴിമതിയാണ് ഇപ്പോഴുള്ള മാലിന്യ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇതൊരു കളമശ്ശേരിയും കേന്ദ്രീകരിച്ച് ഒരു മാഫിയതാണ് ഇതിൻ്റെ കോണ്ടാക്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾ കുറേ വിവരാശങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് കുറേ പേപ്പറും കാര്യങ്ങളൊക്കെ വെച്ച് ഈ മാലിന്യമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു സംവിധാനത്തിലേക്ക് ഒരാളും ഇതുവരെ കയറി ചെന്നിട്ടുണ്ടായിരുന്നില്ല. ഈ മാലിന്യവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കോടികൾ വരുന്നതിന് യാതൊരു കണക്കും കളമശ്ശേരി നഗരസഭയിൽ ഇല്ല. ഉണ്ട് എന്നുണ്ടെങ്കിൽ 100% അവർ പൊതുജനങ്ങളുടെ മുമ്പിൽ ഈ കണക്കൊന്ന് അവതരിപ്പിച്ചോട്ടെ. മുൻപെടുത്ത മാലിന്യത്തിന്റെ കുടിശ്ശിക തീർക്കാതെ വീണ്ടും മാലിന്യമെടുക്കുകയില്ല എന്നാണ് കരാറുകാരൻ പറയുന്നത്. എന്നാൽ കരാറുകാരൻ കൃത്യമല്ലാത്ത കണക്കുകളാണ് നൽകിയതെന്നും ഇതിന്മേൽ പണം നൽകാനാവില്ല എന്നുമായിരുന്നു നഗരസഭയുടെ പക്ഷം. ഹരിത കർമ്മസേന വീടുകൾ തോറും കയറിയിറങ്ങി ശേഖരിച്ചു കൊണ്ടുവരുന്ന മാലിന്യം VK സൊല്യൂഷൻസ് 5 രൂപയ്ക്കാണ് നഗരസഭയിൽ നിന്ന് ഏറ്റെടുത്തുകൊണ്ടിരുന്നത്. ഈ പൂട്ടിക്കിടക്കുന്ന ഗേറ്റിന് പിന്നിലെ മാലിന്യ സംസ്കരണം ഇങ്ങനെ വൈകുന്നതിന് പിന്നിൽ അഴിമതിയുടെ രാഷ്ട്രീയ ചേരിതിരിവിന്റെ കാണാക്കഥകൾ ഉണ്ടെന്നാണ് ആരോപണം. കളമശ്ശേരി നഗരസഭയിലെ പല വീടുകളുടെയും മുൻപിൽ ഇപ്പോൾ എടുത്തുകൊണ്ടുപോകാൻ ആരും വരാതെ ചീഞ്ഞളിഞ്ഞ രൂപത്തിൽ മാലിന്യം കെട്ടിക്കിടക്കുകയാണ്. ദുർഗന്ധവും മറ്റാരോഗ്യ പ്രശ്നങ്ങളും ഇതുമൂലം ഉണ്ടാകുമോ എന്ന പേടിയിലാണ് വീട്ടമ്മമാർ. നഗരസഭയുടെ കീഴിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ശുചീകരണ തൊഴിലാളികളിൽ ചിലരെ ഈ അടുത്തിടെ പിരിച്ചുവിടുകയുണ്ടായി. സുരക്ഷാ സാമഗ്രികൾ ചോദിച്ചതിന്റെ പേരിലാണ് സ്ഥിരം തൊഴിലാളികളല്ലാത്ത ഇവർക്ക് നേരെയുള്ള നടപടി. ഇതിൻ്റെ ആവശ്യ സാധനങ്ങൾ ചോദിച്ചതിൻ്റെ പേരിൽ ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങളെ യാതൊരു രേഖയോ മെമ്മയോ ഒന്നും തരാതെ തന്നെയാണ് ഞങ്ങൾ പറഞ്ഞു വിട്ടത്. ഈ പറഞ്ഞ മാതിരി ആവശ്യങ്ങൾ ഇതുപോലത്തെ മാസ്കും ബൂട്ടും ഷൂ ഒന്നും തന്നില്ല. അതേപോലെ ഇൻഷുറൻസ് അതിൽ ഞങ്ങൾക്ക് ഒരു ക്ലെയിമോ ഒരു കാര്യം ഞങ്ങൾക്കില്ല. ബൂട്ട് പറഞ്ഞ് എടുത്ത് തരും. തന്നു കഴിഞ്ഞതിന് ശേഷം ഒരു ഫോട്ടോ കൊടുക്കും, എന്നിട്ട് തിരിച്ച് മേടിച്ചെടുക്കും. അതാണ് അവിടെ ചെയ്തത്. അപ്പോൾ ഫോട്ടോ അവരുടെ കയ്യിൽ ഫോട്ടോ ഉണ്ട്. ബൂട്ട് നമ്മൾക്ക് തന്നെന്നുള്ള പേര്. ഞങ്ങൾക്ക് ബൂട്ടുമില്ല, മാസ്കില്ല, സാനിറ്റൈസർ അവിടെ ഒന്നും തരുന്നില്ല. അവിടെ കൃത്യമായ സുരക്ഷാ സാമഗ്രികൾ ചോദിച്ചു എന്നതിന്റെ പേരിൽ ഒരു കൂട്ടം ശുചീകരണ തൊഴിലാളികളെ ജോലിക്ക് കയറ്റാതെ പട്ടിണിക്കിട്ടിരിക്കുകയാണ് കളമശ്ശേരി നഗരസഭ. മാലിന്യത്തിൽ മാത്രമല്ല നമ്മുടെ അധികാരികളുടെ മനോഭാവത്തിലും വേണം സംസ്കരണം. മാഹിൻ ജാഫറിനൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. കളമശ്ശേരിയിൽ പല വീടുകൾക്ക് മുന്നിലും ഇത്തരത്തിൽ മാലിന്യം ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്ന അവസ്ഥയാണ്. പൊതുജനങ്ങളുടെ പ്രതികരണത്തിലേക്ക്. അപ്പോൾ നിലവിൽ കളമശ്ശേരി നഗരസഭ ഗവൺമെൻറ് നിഷ്കർഷിക്കുന്ന മാനദണ്ഡ പ്രകാരമല്ല മുമ്പോട്ട് പോകുന്നത്. ഓരോ വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യം മുൻനിർത്തിക്കൊണ്ടാണ് നഗരസഭ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആകെ കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ. അപ്പോൾ ആ സ്ഥലത്ത് നമ്മൾ ഈ വേസ്റ്റ് അവിടെ കൊണ്ടിടാനാ. അപ്പോൾ അത് കൊടുത്തോണ്ട് പോകണം എത്രയും പെട്ടെന്ന് തന്നെ. ഇപ്പോൾ 2 ആഴ്ചയായിട്ടാണ് വേസ്റ്റ് കൊണ്ടുപോകാത്തത്. അതുവരെ എല്ലാ മാസം കറക്റ്റായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന വെച്ചത്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഒന്നാമത് നമ്മുടെയൊക്കെ ഇവിടെ സ്ഥലങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ വേസ്റ്റ് കൊണ്ടുപോകാത്തതുകൊണ്ട്. ഈ 2 ആഴ്ച ഒരു വേസ്റ്റ് കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്ഥലപരിമിതി മൂലം പലരും ബുദ്ധിമുട്ടുന്നുണ്ട്. അത് മാത്രമല്ല റോഡിലോട്ട് വേസ്റ്റ് ഇടാനുള്ള ഒരു അവസരം കൂടിയാണ്. കാരണം പട്ടികൾ ശല്യം കാരണം കുഞ്ഞുങ്ങൾ രാവിലെ മദ്രസയിലാണെങ്കിലും സ്കൂളുകളിലും പോകുന്ന കുട്ടികൾക്ക് അതൊരു ഭീഷണിയാവുകയാണ്. ഇതിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല നമുക്ക്. ഇപ്പോൾ വീട്ടിൽ നമ്മൾ സൂക്ഷിക്കുമ്പോഴും പുഴുക്കൾ വന്ന് ആകെ പിന്നെ ഇടാൻ നമുക്ക് സ്മെല്ലും വരുന്ന പ്ലേസും ഇല്ല ഇടാനായിട്ട്. ഇത്രയും വേഗം അതിന് പരിഹാരം ഉണ്ടാക്കണം. എല്ലാവർക്കും ബുദ്ധിമുട്ടില്ലേ, സ്ഥലമില്ല, വീട് വെക്കാനും പറ്റില്ല. പുഴുവാണ് മണം, എന്ത് സ്മെല്ല. ഇഷ്ടംപോലെ വേസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ എന്താ ചെയ്യേണ്ടത്? പുറത്തെവിടെയെങ്കിലും കൊണ്ടേ ഇടാൻ പറ്റുമോ? അപ്പോൾ കംപ്ലൈൻറ്റ്. ഇതിൽ നിന്നൊക്കെ രോഗങ്ങൾ വരുമല്ലേ? ഇതിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കണം. കളമശ്ശേരി നഗരസഭ അടിയന്തര പരിഹാരമുണ്ടാക്കും വിഷയത്തിന് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.